ബഹുമാനപ്പെട്ട വികാരിച്ച സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രത്യേകമായിട്ട് എൻ്റെ സഹപാഠിയും ചമ്പക്കുളം പൂരൂക്കര സ്കൂളിൻ്റെ പ്രിൻസിപ്പളുമായ സുബിനച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള കണ്ണമ്പള്ളി കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള ബന്ധുമിത്രാദികളെ, സ്നേഹമുള്ള അയൽവാസികളെ, ഒരു മരണം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല, മറിച്ച് മരണമെന്ന് പറയുന്നത് ഒരു ക്രൈസ്തവന് നേട്ടമാണ്. 68-69 കൊല്ലങ്ങള് ഒരു മനുഷ്യായുസിന്റെ എല്ലാ ശക്തിയും വിശ്വാസത്തോടുകൂടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതിൻ്റെതായ ഭംഗിയിൽ നിർവഹിച്ചതിന് ശേഷം തൻ്റെ ഓട്ടം പൂർത്തിയാക്കി ദൈവം പ്രദാനം ചെയ്യുന്ന നിത്യജീവന്റെ കിരീടവും അണിഞ്ഞുകൊണ്ട് ഇന്ന് ഈ കുടുംബത്തോടും പ്രത്യേകമായി പ്രിയപ്പെട്ട ജോസഫ് പാപ്പയുടെ മക്കളോടും സഹധർമ്മിണിയോടും പ്രിയപ്പെട്ട അമ്മച്ചിയോടും നിങ്ങൾ ഓരോരുത്തരോടുമൊക്കെ വിട പറഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും ഉള്ളിൽ ഒരു തേങ്ങലുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ കടന്നുപോയ ഒരു ജീവിതം എന്ന് നാം ആശ്വസിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: തന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവന് നിത്യജീവനുണ്ട്. ഈ നിത്യജീവിതത്തിലേക്കാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് പാപ്പി കടന്നു പോകുന്നത്. കുഞ്ഞുനാളിലെ ഓർമ്മകൾ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ നൽകുന്നത് കുഞ്ഞുനാളില് കരിക്ക് കൊണ്ട് തരുമായിരുന്നു അക്കരയിൽ നിന്ന് വള്ളത്തെ. അതുപോലെ തന്നെ മടവലയിൽ നിന്നുമൊക്കെ നല്ല മീനുകൾ കിട്ടുമ്പോൾ ഇക്കരെ കുടുംബത്തിലൊക്കെ കൊണ്ടു കൊടുക്കുന്ന സ്നേഹനിധിയായ ജോസഫ് പാപ്പി. അതുപോലെ തന്നെ സുവിശേഷത്തിൽ കാണുന്ന ഒരു വിധക്കാരന്റെ ഉപമയ്ക്ക് സദൃശ്യമാണ്. നല്ല വിധക്കാരനായിരുന്നു അദ്ദേഹം. ഇടപെട്ട മേഖലകള്, കൃഷിയിടങ്ങളിലെല്ലാം അദ്ദേഹം ജോലിക്കാരുടെ പ്രകാരമായിരുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ പ്രകാരമായിരുന്നുവെന്നൊക്കെ നല്ല ഓർമ്മപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിനും വസ്ത്രത്തിനും ഇടയിലുള്ള ഒന്നാണ് ആത്മാവെന്ന് പറയപ്പെടുന്നത്. ഈ ആത്മാവ് നിത്യസൗഭാഗ്യത്തിന് അർഹമാകുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്: ഒരു ക്രൈസ്തവൻ ജീവിച്ചാലും കർത്താവിന് സ്വന്തം, മരിച്ചാലും കർത്താവിന് സ്വന്തം. ജീവിച്ചാലും മരിച്ചാലും അവൻ അല്ലെങ്കിൽ അവൾ കർത്താവിന് മാത്രം സ്വന്തമെന്ന്. സ്നേഹമുള്ളവരെ, ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടും ജോസഫ് പാപ്പയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുവാനും ദൈവത്തിന്റെ വലതുഭാഗത്ത് തന്നെ ഇരുന്നു കൊണ്ട് തുടർന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും ജോസഫ് പാപ്പയ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബത്തിന്റെ പരമായ എല്ലാ അനുശോചനങ്ങളും, അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. മരിച്ചന്ന് മുതൽ ഈ നിമിഷം വരെ പ്രത്യേകമായിട്ടും ജോസഫ് പാപ്പി കടന്നു പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് ആന്റിക്കും 2 മക്കൾക്കും അവരുടെ ബന്ധുമിത്രാദികൾക്കുമൊക്കെയാണ്. ഒരു കുടുംബത്തിലെ കുടുംബനാഥനാണ് ആ കുടുംബത്തിന്റെ നെടുന്തൂണെന്ന് പറയുന്നത്. ആ നെടുന്തൂണ് മാറുമ്പോൾ ഉറ്റവരും ഉടയവരുമില്ലാതെ അനേതരാകുന്നു എന്ന് അവർ കരുതുമ്പോഴും ദൈവം അവർക്ക് സഹായത്തിനുണ്ട് എന്ന് നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. ആയതിനാൽ പ്രത്യേകമായും ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ തുടർന്ന് നമുക്ക് പങ്കുചേരാം. ഏറെ വിശ്വാസത്തോടും കൂടി അതീവ ദുഃഖത്തോടും കൂടി നമുക്ക് ജോസഫ് പാപ്പയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. തമ്പുരാൻ നൽകുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക് ജോസഫ് പാപ്പി കടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം.